അതായത് എന്ത് കാര്യത്തിൻ്റെ മേലെ ഇപ്പം നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഓടിക്കുമ്പോൾ അവിടെ നമ്മളാണ് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് നമ്മൾ പറയണത് എന്ത്, ഓ ഞാൻ പഠിച്ച്. ഓക്കെ, കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയെ ഉപയോഗിച്ച് നമ്മൾ ആ പറയുന്ന അവസ്ഥയെ നമ്മൾക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയപ്പോഴാണ് പിന്നീട് അത് നമ്മുടെ ഉപയോഗത്തിൽ വന്നത്, അല്ലേ? എന്നതുപോലെ തന്നെയാണ് ജീവിക്കുന്നതിൻ്റെ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ, അതായത് മറ്റാരൊക്കെയോ കൊടുത്ത വ്യാഖ്യാനങ്ങളുടെ പുറകെ പോണതല്ല. കാരണം അതിനെ നമുക്ക് ജീവിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുമ്പോഴാണ് ആ എപ്പിസ്റ്റമോളജി നമ്മൾ തിരിച്ചറിയണത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, വേറെ കുറേ ആൾക്കാർ കൊടുത്ത വ്യാഖ്യാനങ്ങൾ അവിടെ അതിനൊന്നും ജീവനില്ല. മനസ്സിലായ? ജീവനുള്ളത് ആർക്കാണ്? നമുക്കാണ് ജീവനുള്ളത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലകൊള്ളുന്നത്. അപ്പോൾ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് നമ്മളായാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പിസ്റ്റമോളജി ഉണ്ടാവില്ല. മനസ്സിലായ? കാരണം ആളില്ലാതെ എന്ത് എപ്പിസ്റ്റമോളജിയാ? അപ്പോൾ ആള് ഭയങ്കര നിർബന്ധമാണ്. ആളുള്ളിടത്ത് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ.